സത്യസ്വരൂപനാം സദ്ഗുരുദേവനാൽ സ്ഥാപിച്ച യജ്ഞമാം താരാസ്തുതി. സത്യസ്വരൂപനാം സദ്ഗുരുദേവനാൽ സ്ഥാപിച്ച യജ്ഞമാം താരാസ്തുതി. സത്യസ്വരൂപൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നും നടത്തുന്നു താരാസ്തുതി. സത്യസ്വരൂപൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നും നടത്തുന്നു താരാസ്തുതി. ദേവന്മാർ ദേവിമാരൊത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. ദേവന്മാർ ദേവിമാർ ഒത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. കോടാകോടി ദൂതരൊത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. കോടാകോടി ദൂതർ ഒത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. മഹത്തായ യജ്ഞമതിൽ ഭക്തരെ ചേർത്തു നിലനിർത്തുന്നു. ഇത്ര മഹത്തായ യജ്ഞമതിൽ ഭക്തരെ ചേർത്ത് നിലനിർത്തുന്നു. സത്യമറിയിച്ചു ശുദ്ധവൃത്തി ചെയ്തു സത്യസ്വരൂപൻ നിലനിർത്തുന്നു. സത്യമറിയിച്ചു ശുദ്ധവൃത്തി ചെയ്തു സത്യസ്വരൂപൻ നിലനിർത്തുന്നു.
നേർച്ചകളെ സ്വീകരിപ്പാൻ തീർച്ചയാക്കി വന്നുദിച്ച നേർച്ചകളെ സ്വീകരിപ്പാൻ തീർച്ചയാക്കി വന്നുദിച്ച സർവശക്തി നേർച്ചകളെ സ്വീകരിക്കണേ. നേർച്ചകളെ സ്വീകരിപ്പാൻ തീർച്ചയാക്കി വന്നുദിച്ച സർവശക്തി നേർച്ചകളെ സ്വീകരിക്കണേ. ആദിയന്തം വിളങ്ങുന്ന പരമാത്മസ്വരൂപം ദാനാദിയന്തം ദാനാദിയന്തം വിളങ്ങുന്ന പരമാത്മസ്വരൂപം പരമാർത്ഥം പറയുവാൻ അവതരിച്ചു. ആദിയന്തം തിളങ്ങുന്ന പരമാത്മസ്വരൂപം ദാനാദിയന്തം പരമാർത്ഥം പറയുവാൻ അവതരിച്ചു. പരമാർത്ഥം തെളിയിച്ചു പകലാക്കി ഭവിപ്പിച്ചു. പരമാർത്ഥം തെളിയിച്ചു പകലാക്കി ഭവിപ്പിച്ചു. നേർച്ചയാക്കി സ്വീകരിക്കുന്നുടമസ്ഥൻ താൻ. പരമാർത്ഥം തെളിയിച്ചു പകലാക്കി ഭവിപ്പിച്ചു. നേർച്ചയാക്കി സ്വീകരിക്കുന്നുടമസ്ഥൻ താൻ. നേർച്ചയാക്കി സ്വീകരിക്കുന്നുടമസ്ഥൻ താൻ. ആശ്രയിക്കുന്ന ആത്മാക്കളെ ആകെയും താൻ വീണ്ടെടുത്തു. ആശ്രയിക്കുന്ന ആത്മാക്കളെ ആകെയും താൻ വീണ്ടെടുത്തു. ആനന്ദമാം ലോകമതിൽ പ്രവേശിപ്പിച്ചു. ആനന്ദമാം ആശ്രയിക്കുന്ന ആത്മാക്കളെ ആകെയും താൻ വീണ്ടെടുത്തു. ആനന്ദമാം ലോകമതിൽ പ്രവേശിപ്പിച്ചു. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. ഞാനനുദിനമെന്നിൽ ആനന്ദം തന്നെ. പരമപവിത്രം പരമാനന്ദം
വീഴുന്നില്ല. അനുദിനം അനുദിനം പെരുമഴ പോലെ ആനന്ദം തന്നെ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. ആനന്ദം തന്നെ. ഇത് സമ്പൂർണമായും അനുഭവമാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ മഹാതാരാസ്തി നടത്തപ്പെട്ടത്. സമ്പൂർണമായ അനുഭവമാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ മഹാതാരാസ്തുതി നടത്തപ്പെട്ടത്. എല്ലാ താരാസ്തുതിയും അങ്ങനെ തന്നെയാണ്. എല്ലാ മഹാതാരാസ്തുതികളും അങ്ങനെ. കഴിഞ്ഞ താരാസ്തുതി കഴിഞ്ഞപ്പോഴും എല്ലാവരും പല വിധത്തിൽ അങ്ങനെ വർണ്ണിച്ചു വർണ്ണിച്ചു വർണ്ണിച്ചു. എല്ലാവരും പല വിധത്തിൽ അങ്ങനെ വർണ്ണിച്ചു വർണ്ണിച്ചു വർണ്ണിച്ചു. മതിവരാത്ത ആ സുഖത്തിൽ തന്നെ നിൽക്കുമ്പോഴാണ് അടുത്ത താരാസ്തുതി വന്നത്. മതിവരാത്ത ആ സുഖത്തിൽ തന്നെ നിൽക്കുമ്പോഴാണ് അടുത്ത താരാസ്തുതി. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഉപരിയായ സുഖം ലഭിക്കണമേ എന്നാണ്. അതിനേക്കാൾ ഉപരിയായ സുഖം ലഭിക്കണം. അങ്ങനെ കഴിഞ്ഞ താരാസ്തുതിയേക്കാൾ ഉപരിയായ സുഖം ഈ പ്രാവശ്യം ലഭിച്ചു എന്ന് സമ്മതിക്കുന്നവരെല്ലാം കൂടി ഒന്ന് കൈയടിച്ചു കേട്ടത്. അനുദിനം അനുദിനം പെരുമഴ പോലെ ആനന്ദം തന്നെ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. അണുമാത്ര ഒരു ദുഃഖം എന്നിൽ വന്നിടുന്നില്ല. അനുദിനം അനുദിനം പെരുമഴ പോലെ ആനന്ദം തന്നെ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. ആനന്ദം തന്നെ. ഗുരുവിന്റെ തൃപാദത്തിൽ അഥവാ ഗുരു സവിധത്തിൽ ഈ ആദർശ സന്നിധാനത്തിൽ എത്തിച്ചേർന്നാൽ ഈ ആശ്വാസവും ആനന്ദം ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ ആകർഷണവും ബന്ധവും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഓരോ ആഴ്ചകളിലും വന്നു ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഈ ആരാധനയിൽ കൂടി പകർത്തിത്തരുന്ന ഈ ആനന്ദത്തെ നഷ്ടമാക്കാതെ ജീവിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ആ അടുത്ത ആരാധന അതിലും വലിയ സുഖമായിട്ടായിരിക്കും അനുഭവമാകുന്നത്. ആ സുഖം കൈക്കലാക്കിക്കൊണ്ട് വീണ്ടും അതിനേക്കാൾ ഉപരിയായ ജീവിതം ചെയ്താൽ അതിനേക്കാൾ പരമസുഖമായിരിക്കും പിന്നീട് ലഭിക്കുന്നത്. ആ സുഖം കൈക്കലാക്കിക്കൊണ്ട് വീണ്ടും അതിനനുസരിച്ച് ജീവിച്ചാൽ ആ പിന്നീട് ലഭിക്കുന്നത് പരമമായ ആശ്വാസമാണ്. ആ ആശ്വാസത്തെ കൈക്കലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ പിന്നീട് എന്തായിരിക്കും ലഭിക്കുന്നത്? ആശ്വാസം കൈക്കലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ എന്ത് ലഭിക്കും? ഉറപ്പുള്ളവരൊന്ന് കൈയുയർത്തി കണ്ടത്. ആനന്ദം മതി എനിക്ക് ആനന്ദം മതിയേ ആനന്ദം മതിയേ ആനന്ദം മതി എനിക്ക് ആനന്ദം മതിയേ ആനന്ദം മതിയേ ആനന്ദം മതി എനിക്ക് ആനന്ദം മതിയേ ലോക സുഖങ്ങളെനിക്കിനി വേണ്ട ആനന്ദം
അതിസുഖം, പരമസുഖം, ആശ്വാസം, ആനന്ദം, വീണ്ടും പിന്നെ നിത്യാനന്ദം, പിന്നെ ശുഭാനന്ദം. ഇങ്ങനെ അറിവിൽ കൂടി അണിയണിയായി അല്ലെങ്കിൽ പടിപടിയായി ഉയർത്തി 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 ഓരോ ആത്മാവിനെയും ശുഭാനന്ദ രൂപമാക്കി തീർക്കുവാനാണ് ഈ ആരാധന നിയമിച്ച് നിലനിർത്തിയിരിക്കുന്നത്. ഓരോ ആത്മാവിനെയും ശുഭാനന്ദ രൂപമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് മഹാശക്തി. ഇതൊരു ചെറിയ കർമ്മമല്ല, ഒരു ആരാധന, ഒരു നിയമം, ഒരു ധാരാസ്തുതി, അതുപോലെ 12 വെള്ളിയാഴ്ച വ്രതം, അതുപോലെ ഉത്രാട പൂജ എന്ന് വേണ്ട എന്തെല്ലാം നിയമങ്ങൾ ദൈവത്തിന്റെ ആ തിരുഹൃദയത്തിൽ നിന്ന് ഉദിപ്പിച്ച് ലോകത്തിൽ നിലനിർത്തിയിട്ടുണ്ടോ, ആ തിരുഹൃദയം ആനന്ദരൂപമാകയാൽ ആ നിയമം പാലിക്കുന്നവർക്കെല്ലാം ആനന്ദം ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളിൽ ഈ ആനന്ദം എത്തിച്ചേരുന്നത്. നിയമത്തിൽ തോറ്റുപോയാൽ പിന്നെന്താണ് സംഭവിക്കുക? നിയമത്തിൽ തോറ്റുപോയാൽ നിയമത്തിൽ തോറ്റുപോയാൽ ഗുരുവിനെ ആപത്തിൽ കാണുകയില്ല. നിയമനിലവിളക്കാം ഗുരുവിനെ ശുഭാനന്ദൻ ജനിച്ചു, പാദത്തിൽ വന്നു ചേരും ജനങ്ങളെ ആപത്തൊഴിഞ്ഞു പോകും. ശുഭാനന്ദൻ ജനിച്ചു, മനുഷ്യർക്കു മോക്ഷവാദം തുറന്നു. നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗി ലോകത്തിലേക്ക് അവതാരമായി വന്നൊരു കൽപ്പനയുണ്ടായി. നേർച്ചയല്ലാതൊന്നും ഭക്ഷിക്കുകയില്ല സത്യം. ആ കൽപ്പന ശിരസാ വഹിച്ച് ജീവിക്കേണ്ടത് ആരുടെ കടമയാണ്? ദൈവത്തിന്റെ കടമയാണോ ഭക്തന്മാരുടെ കടമയാണോ? ഭക്തന്മാരുടെ കടമയാണ് അല്ലേ? ആ ഭക്തന്മാർ എങ്ങനെയാണ് അത് ഗുരുവിന്റെ ആ തീരുമാനത്തെ പൂർത്തീകരിക്കേണ്ടത്? ഞാൻ നേർച്ച സ്വീകരണ സമയത്ത് ഒരു കീർത്തനം പാടി. നേർച്ചയാക്കി സ്വീകരിപ്പാൻ അവതാരം ചെയ്ത പരമഗുരുവിന്റെ വർണ്ണനമായിരുന്നു അത്. സർവാത്മാക്കളെയും നേർച്ചയായി സ്വീകരിപ്പാനാണ് ജഗദീശ്വരൻ അവതാരമായി വന്നത്. കലിയുഗ നിയമപ്രകാരമുള്ള സമ്പൂർണ്ണ മോക്ഷത്തെ ഓരോ ആത്മാവിലും എത്തിക്കുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥ, നാമസങ്കീർത്തന വ്യവസ്ഥ, അത് പരിപൂർണമാക്കുവാനുള്ള ഉന്നത നിയമങ്ങൾ ആത്മലോകത്തിലേക്ക് ദാനം ചെയ്ത് അവരെ പരമാർത്ഥം തെളിയിച്ച് പകലാക്കി ഭവിപ്പിച്ച് നേർച്ചയാക്കി ദൈവം സ്വീകരിക്കുകയാണ്. അതുവരെയുള്ള പോരായ്മകൾ പരിഹരിക്കാനാണ് ബാഹ്യധനം അർപ്പിച്ച് നേർച്ചയായി ഓരോന്നും ചെയ്ത് നമ്മൾ പരിഹാരം നേടുന്നത്. ആ പരിഹാരം കാണുന്നത് ഓരോന്നും പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ നേർച്ച പറയുന്നത്. അപ്പൊ കുറവുകൾ ഉണ്ടാകുമ്പോഴാണ് ഓരോന്നിനും നേർച്ച സങ്കല്പിക്കുന്നത്. അപ്പൊ ഈ നേർച്ച സമർപ്പിക്കുന്നതോടൊപ്പം കുറവുകൾ മാറി ഉന്നതമായ ഒരു അവസ്ഥ ആത്മാവിൽ തന്നെ രൂപാന്തരപ്പെടണം. ആ രൂപാന്തരപ്പെടുന്ന ഹൃദയത്തെയാണ് നേർച്ചയായി ദൈവം സ്വീകരിക്കുന്നത്. മറ്റൊരിടത്ത് പറഞ്ഞു, നേർച്ചയായി പറഞ്ഞത് തീർച്ചയായും കൊടുക്കണം.
പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് മുമ്പാകെ നേർച്ചയായി അപ്പൊ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നേർച്ചയായി എന്ന് പറഞ്ഞപ്പോ നേർച്ചയായോ? നേർച്ചയായി എന്ന് പറഞ്ഞപ്പോൾ നേർച്ചയായോ? അപ്പൊ നേർച്ചയായില്ല. നേർച്ചയാകാനുള്ള കർമ്മങ്ങളാണ് വീണ്ടും തുറന്നു തന്നിരിക്കുന്നത്. നേർച്ചയാകാനുള്ള കർമ്മങ്ങളാണ് വീണ്ടും തുടർന്ന് തന്നിരിക്കുന്നത്. അപ്പോ അണിയണിയായി നിരനിരയായി ഓരോ കർമ്മങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ, അണിയണിയായി നിരനിരയായ ഓരോ കർമ്മങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിരന്തരമായ സൽക്കർമ്മങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നിരന്തരമായ സൽക്കർമ്മങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവനേർച്ചയ്ക്കുള്ള ഉപകരണമായി തീരുന്നത്. അപ്പോൾ മാത്രമാണ് ഒരു ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് മുമ്പാകെ നേർച്ചയായി തീരുവാനുള്ള ഉപകരണമായി തീരുന്നത്, അല്ലെങ്കിൽ നേർച്ചയാകുവാനുള്ള ഉരുവായി തീരുന്നത്. ഈ വിധത്തിലുള്ള ഒരുക്കമാണ് ഈ നിയമജീവിതത്തിൽ കൂടി ദൈവം ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം ബാഹ്യമായ പല കാര്യങ്ങളും അങ്ങ് സാധ്യമായിക്കൊള്ളും. അതിന് പ്രത്യേകിച്ച് ആരും ഒന്നും ആഗ്രഹിക്കുക പോലും വേണ്ട. ആ മുഖം കഴുകുന്ന കൂട്ടത്തിൽ മൂക്ക് കഴുകിയില്ല എന്ന് ആരും പറയാറില്ല. അപ്പൊ നല്ലതുപോലെ അല്പം സോപ്പൊക്കെ ഇട്ട് മുഖം അങ്ങ് കഴുകി എല്ലാം തുടച്ച് വൃത്തിയായി ഇപ്പുറത്തോട്ട് വന്നിട്ട് പറയുകയാണ്, അയ്യോ ഞാൻ മൂക്ക് കഴുകിയില്ല എന്നാരെങ്കിലും പറയുമോ? അതിന് പ്രത്യേക ഒരു ശ്രമം നടത്താറുമില്ല. മുഖം കഴുകുന്നതോടൊപ്പം മൂക്കും കഴുകുകയാണ്. ഇതുപോലെയാണ് ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടിയുള്ള സൽക്കർമ്മം ചെയ്തു പോകുമ്പോൾ ആത്മാവിന്റെ ഉപകരണമായ ശരീരത്തിന് ആവശ്യമുള്ള കർമ്മങ്ങൾ അതിന്റെ കൂടെ അങ്ങ് നടന്നോളും. അതിന് പ്രത്യേകിച്ച് ഒരു ബലംപിടുത്തത്തിന്റെ ആവശ്യമില്ല. ആത്മാവിന്റെ ഉടമസ്ഥന് അറിയാം ഈ ആത്മാവിന് എന്തൊക്കെ വേണമെന്ന്. അപ്പൊ ഈ ശരീരത്തെ നിലനിർത്തുവാനും അതിന്റെ ആരോഗ്യത്തെ നിലനിർത്തുവാനും അതിന്റെ കായിക ശേഷിയെ നിലനിർത്തുവാനും അതിന് ലോകവശാലുള്ള എന്തൊക്കെ അഭ്യുന്നതകൾ ആവശ്യമുണ്ടോ അതെല്ലാം വരുത്തുവാനും ആർക്കറിയാം? ഈ ആത്മാവിൽ വസിക്കുന്ന ആത്മനാഥൻ അറിയാം. ആത്മനാഥന്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചെങ്കിലേ ഇത് ലഭ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി ലഭിക്കുകയില്ല. അതിന് തടസ്സം വന്നു പോയാൽ, അഥവാ നിയമത്തിൽ ലംഘനം വന്നു പോയാൽ ഇതൊക്കെ പകുതി വഴിക്ക് വെച്ച് മുറിഞ്ഞു പോകും. പിന്നെ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് ഒരു അർത്ഥവുമില്ല. സത്യമില്ലാതുള്ള കർമ്മം നിത്യമായി പോകയില്ല. സത്യമില്ല തമ്മിൽ തമ്മിൽ വിശ്വാസവും ഉണ്ടാകയില്ല. തമ്മിൽ തമ്മിൽ വിശ്വാസവും ഉണ്ടാകയില്ല. സംശയങ്ങൾ വർദ്ധിച്ചാൽ വൈരാഗ്യം ഉദിച്ചിടുന്നു. വൈരാഗ്യത്താൽ കർമ്മദോഷം ചെയ്തു പോകുന്നു. സംശയങ്ങൾ വർദ്ധിച്ചാൽ വൈരാഗ്യത്താൽ കർമ്മദോഷം ചെയ്തു പോകുന്നു. സത്യം പാലിച്ച് ജീവിക്കുന്നവർക്ക് പിന്നെ യാതൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. സത്യത്തിൽ നിന്ന് വിരുദ്ധമായി പോയാൽ പിന്നെ അവരവർക്ക് അവരവരെ തന്നെ ഒരു വിശ്വാസമില്ല. മാത്രമല്ല സത്യം പാലിച്ച് ജീവിക്കുന്ന ഒരാൾ വന്ന് ഹൃദയം തുറന്ന് അങ്ങനെ പ്രകാശിപ്പിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അയാളുടെ ജീവിത വഴികളിൽ നേരിടേണ്ടി വന്ന വലിയ വലിയ വിഷമങ്ങളും ഒക്കെ തുറന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ അങ്ങനെ വായ്പൊളിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും ആരായി സത്യം പാലിക്കാത്ത ആള്. എന്നിട്ട് വിചാരിക്കും ഇങ്ങനൊക്കെ അങ്ങ് പറഞ്ഞാ മതിയില്ലയോ, ആളുകളെല്ലാം ഇരുന്ന് കരഞ്ഞോളുമല്ലോ. ഇതൊക്കെ ഇങ്ങനൊക്കെ കഥയൊക്കെ ഉണ്ടാക്കി പറയാൻ ആർക്കാ പാട് എന്നേ ചിന്തിക്കുള്ളൂ. കാരണം ഈ ആളിന് സത്യം പാലിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വേറെ ആർക്കും പറ്റുന്നില്ല എന്നാണ് പുള്ളിയുടെ വിചാരം. അല്ല, സത്യം പാലിച്ച് ജീവിക്കുവാൻ തീരുമാനം
ചെയ്തവരോടുകൂടി ദൈവവും ദൈവദൂതന്മാരും ഉണ്ടാകും. സത്യം പാലിച്ച് ജീവിക്കുവാൻ തീരുമാനം ചെയ്തവരോടുകൂടി ദൈവവും നീ ദൈവദൂതന്മാരും ആവശ്യമില്ലാത്ത ജഡമോഹങ്ങളിലേക്കോ ധനമോഹങ്ങളിലേക്കോ മറ്റ് ദുർമോഹങ്ങളിലേക്കോ ഒക്കെ പോയാൽ, ആവശ്യമില്ലാത്ത ജഡമോഹങ്ങളിലേക്കോ ധനമോഹങ്ങളിലേക്കോ മറ്റു ദുർമോഹങ്ങളിലേക്കോ സ്ഥാനമോഹങ്ങളിലേക്കോ ഒക്കെ പോയാൽ, സ്ഥാനമോഹങ്ങളിലേക്കോ ഈ സത്യമൊക്കെ കാറ്റിൽ പറത്തി നീ നിന്റെ ഇഷ്ടത്തിന് ജീവിതം ചെയ്യും. സത്യമൊക്കെ കാറ്റിൽ പറത്തി സ്വന്തം ഇഷ്ടത്തിന് ജീവിതം ചെയ്യും. അപ്പോഴാണ് ഈ ദുഃഖമെല്ലാം വഴിനീളെ വന്നു പോകുന്നത്. അപ്പോഴാണ് ഈ ദുഃഖമെല്ലാം പിന്നെ ആരോടും പിന്നെ വിശ്വാസമില്ല. ആരോടും പിന്നെ വിശ്വാസം. അതാണ് ഈ സംശയം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതാണ് ഈ സംശയം ഉണ്ടാകുന്നത്. പിന്നെ സംശയം ഉണ്ടാകുമ്പോൾ പിന്നെ വൈരാഗ്യമാണ്. സംശയം ഉണ്ടാകുമ്പോൾ അതൊരു വീട്ടിൽ കഴിയുന്നവരായാലും സത്യമില്ലെങ്കിൽ പരസ്പരം വിശ്വാസം ഉണ്ടാവുകയില്ല. ഒരു വീട്ടിൽ കഴിയുന്നവരായാലും സത്യമില്ലെങ്കിൽ പരസ്പരം വിശ്വാസം ഉണ്ടാകും. അത് ഭാര്യ ഭർത്താക്കന്മാരായാലും മാതാപിതാക്കളും മക്കളുമായാലും മാതാപിതാക്കളും മക്കളും ഈ സത്യമില്ല എങ്കിൽ എപ്പോഴും ഒരു വിശ്വാസക്കുറവായിരിക്കും. ഈ സത്യമില്ല എങ്കിൽ എപ്പോഴും ഒരു വിശ്വാസം. അപ്പൊ സത്യമുള്ളവർക്കേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ, സത്യമുള്ളവർക്കേ ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഉന്നതനാകുന്ന ഗുരുവിന്റെ തിരിഹിതം അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഈ സത്യത്തെ കണ്ടാലും ബോധ്യമാവുകയുള്ളൂ. ഈ സത്യം ലോകത്തിൽ പറയുവാൻ വന്നപ്പോൾ ഞാനും എന്തെല്ലാം ത്യാഗം സഹിക്കേണ്ടി വന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. സത്യം ലോകത്തിൽ അറിയിക്കുവാൻ വന്നപ്പോൾ മഹാശക്തി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. എന്തുകൊണ്ട്? ലോകത്തിൽ സത്യം ആർക്കും അറിയില്ലായിരുന്നു. സത്യവഴി ആർക്കും അറിയില്ലായിരുന്നു. സത്യമേ ഭൂമിയിൽ സ്ഥാപിക്കാമൂലമായി കഷ്ടങ്ങളോരോന്നും കാണുക നീ. ശക്തിക്കു തക്കൊരു ഭാരമല്ലേ നിന്റെ സത്യത്തിനായി വഹിക്കുന്നു ഞാൻ. ചില ആളുകൾക്ക് ഇപ്പൊ ഇത് പാടുമ്പോൾ ചെറിയ വിഷമം തോന്നും, ചിലർക്കൊരു കൗതുകം തോന്നും, ചിലർക്കൊരു പരിഹാസം തോന്നും, ചിലർക്കൊരു നിസ്സംഗത തോന്നും. പല രീതിയിലാണ് ഇതിനെ സ്വീകരിക്കാൻ പോലും പറ്റുന്നത്. എന്തുകൊണ്ട്? ഹൃദയത്തിൽ സത്യത്തിന്റെ വ്യാപാരം എത്രമാത്രമാണോ അത്രമാത്രമേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇത് പരിപൂർണമായി ഗ്രഹിക്കണമെങ്കിൽ, പരിപൂർണമായി ഇത് ഭവിക്കണമെങ്കിൽ, പരിപൂർണ പ്രശോഭയോടെ ശുഭാനന്ദ രൂപം നിന്റെ ആത്മാവിന്റെ രൂപമായി നിന്നിൽ തെളിഞ്ഞു കാണണമെങ്കിൽ സത്യം ഗ്രഹിക്കണം, നിത്യം സ്തുതിക്കണം. സത്യം സൽക്കർമ്മം നിത്യവും ചെയ്യണം, നമ്മൾ നിത്യാനന്ദത്തിൽ ലയിക്കുവാൻ. സൽക്കർമ്മം നിത്യവും ചെയ്യണം, സത്യം ഗ്രഹിക്കണം, നിത്യം സ്തുതിക്കണമോ. സൽക്കർമ്മം നിത്യവും ചെയ്യണം, നമ്മൾ നിത്യാനന്ദത്തിൽ ലയിക്കുവാൻ. മാതാവേ അറിയണം, പിതാവിനെ അറിയണമോ. ഓ മാതാവേ അറിയണം, പിതാവിനെ അറിയണമോ. ഗുരുവിനെ നന്നായി അറിയണോ. ഇവ മൂന്നും
നിത്യാനന്ദത്തിൽ ലയിക്കുവാൻ. അപ്പോ മാതാപിതാ ഗുരു ദൈവം എന്ന തത്വത്തിൻ പ്രകാരം മാതാപിതാ ഗുരു ദൈവം എന്നുള്ള തത്വത്തിൻ പ്രകാരം സത്യമായി ജീവിക്കുന്ന ആർക്കും ശുഭാനന്ദ രൂപത്തെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും കഴിയും. സത്യം സത്യം സത്യം. സത്യമായി ജീവിക്കുന്നവർക്ക് സർവ്വർക്കും ശുഭാനന്ദ രൂപത്തെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും കഴിയും. സത്യം അതിന് കഴിവുള്ളത് ആത്മാവിന് മാത്രമാണ്. അതിന് കഴിവുള്ളത് ആത്മാവിന് മാത്രം. ആത്മാവല്ലാതെ പരമാത്മരൂപത്തെ ദർശിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വസ്തു പ്രപഞ്ചത്തിൽ ഇല്ല. ആത്മാവല്ലാതെ പരമാത്മരൂപത്തെ ദർശിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വസ്തു ആത്മാവിൽ പരമാത്മരൂപത്തെ സാക്ഷാത്കരിക്കുവാനുള്ള വ്യവസ്ഥകളാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ആത്മനാഥൻ സ്ഥാപിച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ പരമാത്മരൂപത്തെ സാക്ഷാത്കരിക്കുവാനുള്ള വ്യവസ്ഥകളാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ആത്മനാഥൻ ലോകത്തിലേക്ക് അവതരിപ്പിച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മദർശനം പരമാത്മദർശനം ആത്മദർശനം ആത്മദർശനം പരമാത്മദർശനം ആത്മദർശനം പരമാത്മദർശനം ആത്മാവിൽ അനുഭവമാക്കും ദർശനം ആത്മദർശനം പരമാത്മദർശനം ആത്മാവിൽ അനുഭവമാക്കും ദർശനം സത്യധർമ്മ
ശുഭാനന്ദ രൂപത്തെ, ആദ്യമില്ലാത്ത ആ നിത്യവസ്തുവിനെ ശുഭാനന്ദ രൂപത്തെ ഓരോ ആത്മാവിലും പ്രത്യക്ഷീകരിക്കുവാൻ വേണ്ടി ദൈവം നടത്തുന്ന ഉന്നതമായ ഈ സംഘം, ആത്മാവിൽ ഓരോ ആത്മാവിൽ പ്രത്യക്ഷീകരിക്കുവാൻ വേണ്ടി ദൈവം നടത്തുന്ന ഉന്നതമായ ഈ സംഘം, അതിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും, അതിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരും, ഇത് ഗുരു ശിഷ്യ ബന്ധമാണ്. ഇത് ഗുരു ശിഷ്യ ബന്ധമാണ്. ഗുരു ശിഷ്യ ബന്ധം ഈ ഭൂതലത്തിൽ വേറെ കാണുവാനില്ലല്ലോ ലോകനാഥ. ശിഷ്യ ബന്ധം ഈ ഭൂതലത്തിൽ വേറെ കാണുവാനില്ലല്ലോ ലോകനാഥ. അനേകം ഗുരുക്കന്മാരും അനേകം ശിഷ്യന്മാരും ഒക്കെ ലോകത്തിൽ പ്രചാരം നേടി അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അനേക ഗുരുക്കന്മാരും അനേക ശിഷ്യന്മാരും ലോകത്തിൽ പ്രചാരം നേടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും വേണ്ടെന്നോ അതൊന്നും ഇല്ലാത്തതാണെന്നോ ഒന്നും നമ്മൾ അധികാരപ്പെടുന്നില്ല, അവകാശപ്പെടുന്നില്ല. അതൊന്നും വേണ്ടെന്നോ അതൊന്നും ഇല്ലാത്തതാണെന്നോ ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എന്നാൽ പ്രത്യക്ഷ ജ്ഞാനത്തെ പ്രത്യക്ഷീകരിച്ച് ആത്മാവിൽ ആത്മപ്രത്യക്ഷത വരുത്തുന്ന ഇതുപോലെ ഒരു അവതാരം ലോകത്തിൽ ഇതിനു മുൻപോ ഇതിനു ശേഷമോ സംഭവിച്ചിട്ടുണ്ടോ എന്ന അറിവ് കൊണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. പ്രത്യക്ഷ ജ്ഞാനങ്ങളെ പ്രത്യക്ഷമാക്കി ആത്മപ്രത്യക്ഷത വരുത്തുന്ന ഇപ്രകാരം ഒരു ഗുരുവോ ഒരു ആദർശമോ ലോകത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. അത് അവരവരെ അറിവ് കൊണ്ട് പരിശോധിക്കണം. അല്ലാതെ ലോകവശാലുള്ള കർമ്മങ്ങൾ കൊണ്ട് പരിശോധിച്ചറിഞ്ഞാൽ അത് മനസ്സിലാകുന്നതല്ല. ലോകവശാലുള്ള കർമ്മങ്ങൾ കൊണ്ട് പരിശോധിച്ചാൽ അത് പരിശോധിക്കണമെങ്കിലും ഒരു അറിവ് വേണം. ആഴത്തിൽ മുങ്ങി ഒരു കാര്യം എടുക്കുവാൻ വേണ്ടി പരിശീലിക്കുന്ന ഒരു മുങ്ങൽ വിദഗ്ധൻ, ആഴത്തിൽ മുങ്ങി ഒരു സാധനം എടുക്കുവാൻ വേണ്ടി പരിശീലിക്കുന്ന ഒരു മുങ്ങൽ വിദഗ്ധൻ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി പല സാധനങ്ങളുമായി തിരികെ വരുന്നത് കണ്ടുകൊണ്ട് അരികെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കരയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എടുത്തങ്ങ് കടലിലോട്ട് ചാടിയാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ആദ്യം ചാടിയ ആളിന് അതിന്റെ പരിശീലനവും പ്രവൃത്തി പരിചയവും ലഭിച്ച ആളാണ്. അതിന്റെ അറിവുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് സാധിക്കുന്നതല്ല. ഇതുപോലെ ദൈവം ലോകത്തിൽ വന്ന് ആത്മപ്രത്യക്ഷത നടത്തുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെതായ ഒരു അറിവും വൈഭവവും ഉണ്ടായിരിക്കണം. ദൈവം ലോകത്തിൽ വന്ന് ആത്മപ്രത്യക്ഷത നടത്തുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെതായ അറിവും വൈഭവവും ഉണ്ടായിരിക്കണം. അറിവാണ് നിങ്ങൾക്കായി ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ഈ അറിവിനെ സ്വീകരിച്ച് നിങ്ങൾ ജീവിക്കും തോറും ഉന്നതമായ ഈ പരിശുദ്ധത നിങ്ങളിലേക്ക് നിറവേറും തോറും നിങ്ങൾ ഓരോ നിമിഷവും തിരിച്ചറിയുന്നത് ഈ അറിവിനെ തന്ന ഗുരുവിനെ ആയിരിക്കും. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഉപദേശത്തിന്റെ വിശദീകരണം പല ആളുകൾക്കായി കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ വിവേകാനന്ദ സ്വാമിയെ നിയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ചില ആളുകൾ ഇപ്രാവശ്യത്തെ സ്തുതിക്കുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മുൻപ് സ്തുതിക്കിരുന്നത് പോലെയാണോ ഈ അറിവുകളൊക്കെ ലഭിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് അതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പോ പറയാണ്, ഇപ്പോഴാണ് ഭഗവാൻ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. അക്ഷരം പഠിക്കാതെ പുസ്തകം വായിക്കാൻ കഴിയാത്തതുപോലെ ഈ ജന്മാന്തര ജ്ഞാനത്തെ കേട്ട് ഗ്രഹിക്കാത്ത ഒരാളിന് ബ്രഹ്മജ്ഞാനങ്ങൾ ഉപദേശിക്കുമ്പോൾ അത് വേണ്ടതുപോലെ ഗ്രഹിച്ച് അതിന്റെ തത്വത്തിനനുസരിച്ച് ജീവിതം ചെയ്യാൻ കഴിയില്ല. ഗുരുവിന്റെ ഉപദേശത്തെ വഴിപോലെ ഗ്രഹിക്കാൻ അറിവുണ്ടാകണമെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതിന്റെ ആദ്യാക്ഷരങ്ങളാണ് നമ്മുടെ ജന്മാന്തര ജ്ഞാനോപദേശം. അതൊക്കെ കൃത്യമായി പഠിച്ച് അതിന്റെ അന്തസാരമായി നിൽക്കുന്ന ആ സൂക്ഷ്മാവസ്ഥകളെ ആത്മാവിലായി സ്വീകരിച്ച് അങ്ങനെ ഗുരുവിനെ ആശ്രയിച്ചു തുടങ്ങുമ്പോ വർണ്ണനാതീതമായ മനമനോഹര രൂപം ഓരോന്നോരോന്നായി നമ്മളിലേക്ക് രൂപപ്പെട്ടു തുടങ്ങും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ വലിയ ഭിത്തികളിലൊക്കെ വലിയ സിനിമാ പോസ്റ്റർ കൊണ്ടൊന്ന് ഒട്ടിക്കാറുണ്ട്. അത് ഒരു ഷീറ്റ് അല്ല, 8 or 10 ഒക്കെ ഷീറ്റ് ആയിരിക്കും ഒട്ടിക്കുന്നത്. ആദ്യം ഒരു ഷീറ്റ് അങ്ങോട്ട് ഒട്ടിക്കുമ്പോ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അത് കഴിഞ്ഞ് ആ ഒട്ടിക്കുന്ന ആളിനറിയാം അടുത്ത ഷീറ്റ് ഏതാണെന്ന്. അപ്പൊ അയാൾ അത് നോക്കി അടുത്ത് ഒട്ടിക്കും. അപ്പോഴും വലിയ വ്യക്തത
വ്യക്തതയൊന്നും ലഭിക്കില്ല. അപ്പോഴും വലിയ വ്യക്തതയൊന്നും ലഭിക്കില്ല. മുൻപ് കണ്ടു പരിചയമുള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രൂപം കിട്ടും, മുമ്പ് കണ്ടു പരിചയമുള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലും, അല്ലാതുള്ളവർക്ക് ഒരു രൂപം കിട്ടുകയില്ല. അപ്പൊ അങ്ങനെ തുടർന്ന് ഓരോ ഷീറ്റുകൾ ഇങ്ങനെ ഒട്ടിച്ചു വരുമ്പോ ഓരോ ഷീറ്റുകൾ ഇങ്ങനെ ഒട്ടിച്ചു വരുമ്പോ അപ്പോഴാണ് തിരക്കഥ സംവിധാനം സംഭാഷണം എന്നൊക്കെ പറഞ്ഞ് എഴുതി സിനിമയുടെ പേരും നടീനടന്മാരുടെ ഫോട്ടോയും ഒക്കെയാണ് ഈ ഒട്ടിച്ചതെന്ന് മനസ്സിലാവുന്നത്. ഇത് പൂർണ്ണമായി ഒട്ടിച്ചു കഴിയുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇതുപോലെ തത്വോത്ഭവ ഗുണസ്വരൂപനാകുന്ന ഗുരുവിന്റെ മഹാതത്വങ്ങളെ ഓരോന്നോരോന്നായി ഓരോ ആരാധനയിലും ഇങ്ങനെ വിശദീകരിക്കുമ്പോ അത് ആത്മാവിലായി സ്വീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം ഈ ജന്മാന്തരജ്ഞാനം പഠിച്ചിരിക്കണം. ഇതിന്റെ പ്രധാനപ്പെട്ട അക്ഷരങ്ങളാണ് അവയൊക്കെ. അതിലുണ്ട് സർവ്വതും. ഇപ്പോ 1 മുതൽ 0 വരെയുള്ള അക്കങ്ങൾ കൊണ്ട് കോടാനുകോടി സംഖ്യ എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ 51 അക്ഷരം കൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നതും നമ്മൾ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഗ്രന്ഥങ്ങളൊക്കെ ചമച്ചിരിക്കുന്നത് പോലെ ഈ ജന്മാന്തരജ്ഞാനം കൊണ്ടാണ് ഇഹപരലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇഹപരലോക വ്യവസ്ഥകൾ, പരലോക വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്ന മഹാതത്വങ്ങളെ കൊണ്ടാണ് പരലോകത്തെ സൃഷ്ടിച്ചൊരുക്കി വെച്ചിരിക്കുന്നത്. അഥവാ പരലോകത്തെ ഉളവാക്കിയ ബ്രഹ്മജ്ഞാനമാണ് ജന്മാന്തരജ്ഞാനമായി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഇത് പഠിച്ചാൽ ഇഹപരലോകം കാണാം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയാൽ പഠിക്കുവാനുള്ള ആർത്തി ഉണ്ടാകും, അതിനുള്ള ഭക്തി ഉണ്ടാകും, അതിനുള്ള ആവേശം ഉണ്ടാകും, അതിനുള്ള ശ്രദ്ധയുണ്ടാകും, അതിനുള്ള ഭാഗ്യമുണ്ടാകും. അങ്ങനെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരുവാൻ മഹാശക്തി ഒരുക്കിയിരിക്കുന്ന ഈ സന്ദർഭം നഷ്ടമാക്കാതെ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കുക. സർവശക്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്താൽ 102ാമത് ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവം അത്യനുഗ്രഹമായ നിലയിൽ ഈശ്വരൻ എഴുന്നള്ളി നടത്തി. പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ ഗവേഷകർ പ്രഖ്യാപിച്ചിരുന്ന ദിനമായിരുന്നു അന്ന്. കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള അതിവർഷം പ്രഖ്യാപിച്ചിരുന്ന ദിവസമായിരുന്നു. എന്നാൽ ചെറിയ ചാറ്റിലും ചെറിയ മഴയും ഒക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തന്നു. അതൊന്നും ഭക്തന്മാരെ ബാധിച്ചില്ല. കൂടുതൽ ഉന്മേഷവാന്മാരായിട്ടാണ് ഓരോരുത്തരും ഘോഷയാത്രയിലും പ്രകാശയാത്രയിലും ഒക്കെ പങ്കെടുത്തത്. അത് ഭക്തന്മാർക്ക് ഭഗവാനോടുള്ള ബന്ധം കൊണ്ടാണ്. ആ ബന്ധം അഴിവില്ലാതെ എന്നും നിലനിൽക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും ഇതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ പല വിധത്തിൽ പലയിടത്തുണ്ടാകുന്നുവെന്ന അറിവും ദുരന്ത മുഖങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള അപേക്ഷകളും ഒക്കെ അങ്ങനെ തുടരെ വന്നപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പ്രഖ്യാപനം ഉണ്ടായി. ശാന്തമാകട്ടെ. ആ കൽപ്പനയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ പ്രകൃതി ശാന്തമായി നിലകൊള്ളുകയാണ്. ആ ആരാധനയിൽ പങ്കെടുത്തവർ ഇത് സത്യമാണെങ്കിൽ ഒന്ന് കൈയടിച്ചു കേട്ടാൽ അനുഭവ സുഖം തന്ന ഗുരുവരനെ അനുദിനമാടിയങ്ങൾ സ്തുതിച്ചിടുന്നേ. അനുഭവ സുഖം തന്ന ഗുരുവരനെ
വാഴുന്നു എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം ഈ ലോകത്തിൽ പെരുകുന്ന ശക്തിയോടും പരിപൂർണ്ണ കലകളോടും കൂടി വാഴുന്നു എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ആ തിരുമുമ്പാകെ ആശ്രയിച്ചാൽ സാധിക്കാത്തത് ഒന്നുമില്ല. ആ തിരുമുമ്പാകെ ആശ്രയിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അഹങ്കാരമല്ല, ആശ്രയിക്കാനാണ് അറിയിക്കുന്നത്. അഹങ്കാരമല്ല, ആശ്രയിക്കാനാണ് കൽപ്പിക്കുന്നത്. ഇത് നടക്കുന്നുണ്ടില്ല, ഇതൊക്കെ അങ്ങ് നടക്കണ്ടായോ? ആ വിധത്തിലല്ല. അത് കണ്ടില്ലേ, ഇതൊക്കെ നടക്കണ്ടായോ? ആ വിധത്തിലല്ല. ആശ്രയിക്കണം. ഭക്തി വിനയമനുസരണമിവ ഉത്തമന്മാർക്കുള്ള ലക്ഷണമാണല്ലോ. ഭക്തി വിനയം അനുസരണമിവ ഉത്തമന്മാർക്കുള്ള ലക്ഷണമാണല്ലോ. ആ വിധത്തിൽ ഭക്തി വിനയം അനുസരണയോടുകൂടി ജീവിക്കുന്നവർ ഒത്തുചേർന്ന് ആശ്രയിച്ചാൽ മഹാശക്തി എന്തും ലോകത്തിൽ നടത്തിത്തരും. അതിന് കഴിവും അധികാരത്തോടും കൂടിയാണ് അവതാരമായി വന്നിരിക്കുന്നത്. അങ്ങനെ ആശ്രയിച്ച് ഓരോന്നും നേടിയെടുക്കുവാൻ നിങ്ങൾ പരിശീലിക്കുക, സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക. മഹാശക്തി നിങ്ങൾക്ക് പ്രത്യക്ഷമായി എന്നും വാഴുമാറാകട്ടെ. ആത്മലോക രക്ഷാർത്ഥം അവതാരമായി വന്ന ജഗദീശ്വരൻ നാടും നഗരവും ചുറ്റി സഞ്ചരിച്ച് ഈ ലോകത്തിന്റെ സർവ്വദുഃഖങ്ങളും നേരിൽ കണ്ട് ഈ ദുഃഖത്തിന് പരിഹാരമായി ഉന്നതമായ അനേകം നിയമങ്ങൾ പാസാക്കി ആ അന്നദാന പ്രഭുവാകുന്ന മഹാശക്തി ആ ലോകരക്ഷാർത്ഥം സ്ഥാപിച്ച ഉന്നതമായൊരു നിയമമാണ് ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ നടത്തുന്ന ഗുരുപൂജ. ഗുരുപൂജയല്ലാതെ ഒരു പൂജയെന്നില്ല. വൈകുന്നേരം പൂജാമുറിയിൽ എല്ലാം ശുദ്ധമാക്കി നിലവിളക്ക് കത്തിച്ചു വെച്ച് ഇലയുള്ളിടത്ത് ഇലയിടാം, അല്ലാത്തിടത്ത് ശുദ്ധമായ ഒരു പാത്രം വെച്ച്. കാരണം ഇപ്പോ വിദൂര സ്ഥലങ്ങൾ വിദേശങ്ങളിലൊക്കെ താമസിക്കുന്ന എല്ലായിടത്തും ഇല കിട്ടുകയില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ വളരെ അത്ഭുതമായിട്ട് ഇലയും മറ്റു സാധനങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥലവുമുണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും വലിയ സന്തോഷം തോന്നാറുണ്ട്. കാരണം നമുക്കിവിടെ വെറുതെ കിട്ടുന്ന ഈ സാധനങ്ങൾ എത്രയോ ഡോളറുകളൊക്കെ കൊടുത്താണ് ഓരോരുത്തർ വാങ്ങി ഈ നിയമം പാലിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. അതിനുവേണ്ടി അവർ ഒരുങ്ങുന്ന ഒരുക്കം കാണുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നും. അപ്പൊ ആ സാഹചര്യം ഉള്ളിടത്ത് അങ്ങനെ ചെയ്യാം, അല്ലാതെ ഉള്ളിടത്ത് ശുദ്ധമായ ഒരു
പാത്രത്തിൽ ആ സാഹചര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എടുത്ത് ശുദ്ധമായ ഒരു പാത്രത്തിൽ ഓണം ഒരുങ്ങി ഉണ്ണുവാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന അരിയും പച്ചക്കറി സാധനങ്ങൾ പലവ്യഞ്ജനങ്ങളെല്ലാം അല്പാൽപമായി എടുത്ത് ഓണം ഒരുങ്ങി ഉണ്ണുവാൻ വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും അരിയും സാധനങ്ങളും എല്ലാം അല്പാൽപമായി എടുത്ത് അരി, നാളികേരം, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ അതെല്ലാം അങ്ങനെ നിരത്തി വെച്ച് അതൊക്കെ വളരെ ചിട്ടയായിട്ട് ഞാൻ അടുക്കി വെച്ച്. അപ്പൊ ചിട്ടയായിട്ടെന്ന് പറയാൻ കാരണം ഈ കർമ്മം തുടങ്ങുമ്പോൾ മുതൽ മനസ്സിൽ വലിയ ഒരു ചിന്തയുണ്ടാവണം, ഒരു സങ്കല്പം ഉണ്ടാവണം. എന്റെ ഗുരുവും ശിഷ്യന്മാരും കൂടി ഇന്ന് എന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളും. ആ ചിന്തയോടുകൂടി വേണം നമ്മൾ അത് ഒരുക്കി തുടങ്ങുവാൻ. പൂജാമുറി ശുദ്ധമാക്കി തുടങ്ങുമ്പോൾ മുതൽ എന്റെ ഭഗവാനും ദൂതന്മാരും എഴുന്നള്ളുന്നു എന്ന ചിന്തയോടും സങ്കല്പത്തോടും കൂടി ചിട്ടയായിട്ട് സർവകർമ്മങ്ങളും ചെയ്ത് ഒരു ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഉത്രാടം മുതൽ ഈ ഉത്രാടം വരെയും എന്നെയും എന്റെ കുടുംബത്തെയും കാത്തുരക്ഷിച്ച് പോറ്റി പുലർത്തിയ അന്നദാന പ്രഭുവാകുന്ന മഹാശക്തിയെ ഈ ഉത്രാടം മുതൽ അടുത്ത ഉത്രാടം വരെയും അന്നവസ്ത്രാദികളെ മുട്ടാതെ ദാനം ചെയ്ത് സർവശക്തിയുടെ നിരഹിതമായി ജീവിക്കുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദക്ഷിണ വെച്ച് കീർത്തനം പാടുമ്പോൾ മഹാശക്തിയും ദൂതന്മാരും അവിടേക്ക് എഴുന്നള്ളി അത് ദർശിക്കും, അത് സ്വീകരിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. അന്നദാന പ്രഭുവായ സർവശക്തി വാഴും കാലം അന്നദാന കഷ്ടത പട്ടിണിയൊന്നും ഉണ്ടാകയില്ല. അതിനുവേണ്ടി ആ നിയമം പാലിച്ച് ആ വിധത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചപ്പോൾ ഉന്നതനാകുന്ന ജഗദീശ്വരൻ, അന്നദാന പ്രഭുവാകുന്ന ദൈവം, സർവ ഐശ്വര്യ പ്രദായകനാകുന്ന കരുണാനിധി ഓരോ ഭവനങ്ങളിലേക്കും എഴുന്നള്ളി അന്നദാന പ്രഭുവായ സർവശക്തി വന്നുദിച്ചു. കഷ്ടത പട്ടിണിയെല്ലാം മാറ്റി തന്നല്ലോ. ഒന്നുമില്ലാത്തൊരു നാളിൽ എല്ലാം വരുത്തിടുവാനായി സർവശക്തിയുടെ ആ തിരുഹൃദയം തുറന്ന് ആത്മലോകത്തിന്റെ നിത്യൈശ്വര്യത്തിനായി ദാനം ചെയ്യുന്ന നിയമമാണിത്. ആ നിയമം എല്ലാവരും വളരെ കൃത്യമായി പാലിക്കുക. ദൈവശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ എഴുന്നള്ളുമാറാകട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളുമാറാകട്ടെ, എല്ലാ സന്നിധാനങ്ങളിലും എഴുന്നള്ളുമാറാകട്ടെ, എല്ലാ ശാഖകളിലും എഴുന്നള്ളുമാറാകട്ടെ, എല്ലാ ഇടങ്ങളിലും നല്ലൊരു പൊന്നോളം ഈശ്വരൻ അനുവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാതൃക്കരങ്ങളാൽ നിങ്ങൾക്ക് വേണ്ടത് ദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഉന്നതമായ നമ്മുടെ മഹാഗൗരവത ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിപൂർണതകളെ പറ്റി പലതും ഞാൻ ധാരാസ്തുതിയിൽ അല്പാൽപമായൊക്കെ ഒന്ന് വർണ്ണിച്ചു.
പറ്റി പലതും മഹാശക്തി അത്ഭുതമായി താരാസുതികളും വർണ്ണിച്ചു. എല്ലാം പൂർണ്ണമായി പറയുവാനുള്ള സമയവും സന്ദർഭവും ഒക്കെ ആയിട്ടില്ല. എല്ലാം പൂർണ്ണമായി പറയാനുള്ള സമയവും സന്ദർഭവും എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അറിയിച്ചു. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ താരാസുയുടെ മധ്യത്തിൽ നടത്തപ്പെട്ടു. ഇനി ഉന്നതമായ കർമ്മങ്ങളെല്ലാം നടക്കാൻ പോവുകയാണ്. ഏറ്റവും വേഗം പൂർത്തീകരിച്ച് നിങ്ങൾക്കായി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. അതിനായി ഉറ്റു പ്രാർത്ഥിക്കുക. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി എന്നും കരുതണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും സർവശക്തിയുടെ തൃക്കരങ്ങളിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. ഉന്നതനാകുന്ന ദൈവത്തിന്റെ ആ മഹാതൃക്കരങ്ങളാൽ ഭക്തലോകത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉന്നതമായ കർമ്മം നടത്തപ്പെടുവാൻ ഞാനും നിങ്ങൾ ഒന്നിച്ചു നിന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുവദിക്കുമാറാകട്ടെ. മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. ഈ വരുന്ന 18-ാം തീയതി എറണാകുളം ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. ഉന്നതമായ നിലയിൽ അതെല്ലാം നടത്തപ്പെടണം. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്നിടത്തോളം ആളുകൾ അവിടെ പോയി ആ കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ സെപ്റ്റംബർ മാസം 5-ാം തീയതി കോട്ടയം ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. സെപ്റ്റംബർ 14-ാം തീയതി ഓതറ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. എല്ലായിടത്തും ബഹുജന പങ്കാളിത്തത്തോടുകൂടി എല്ലാം നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ജഗദീശ്വരന്റെ എഴുന്നള്ളത്തും ആനന്ദ നടനവും ഏവർക്കും എവിടെയും അനുഭവമാകുമാറാകട്ടെ. ഇപ്പോൾ ഒരാഴ്ചക്കാലമായി നടന്നു വന്ന ഈ മഹായജ്ഞത്തിന്റെ സമർപ്പണമാണ്. 1-2 ദിവസമായി തന്നെ നമ്മുടെ സന്താനങ്ങൾ പലരും അങ്ങനെ വിങ്ങി തുടങ്ങി. ഇപ്രാവശ്യവും ഇതിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളെ പ്രത്യേകം ഇരുത്തി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരുടെ അനുഭവങ്ങൾ ഞാൻ തിരികെ കേട്ടു. കണ്ണുനീരോടെയാണ് ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ വർണ്ണിച്ചത്. ഈ കണ്ണീർ കടൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇന്നലെ അതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഒരു ഒറ്റ കണ്ണും തോർന്നിട്ടില്ല. പറയുന്നവരുടെയും തോരുന്നില്ല, കേൾക്കുന്നവരുടെയും തോരുന്നില്ല. അതുപോലത്തെ അവസ്ഥകളായിരുന്നു. ഇത്ര ചെറു പ്രായത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഈശ്വര കാരുണ്യത്താൽ ലഭിക്കുന്നത് എന്റെ സന്താനങ്ങളുടെ മഹാഭാഗ്യമാണ്. അത് നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അറിവും കഴിവും മനഃപ്രാപ്തിയും ഈശ്വരൻ അവർക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതരായി വളർന്നുയർന്ന് ഉന്നത സ്ഥാനങ്ങളിലെത്തി ഈ സത്യധർമാദികളിലൂടെ കൃത്യങ്ങൾ പൂർത്തീകരിച്ച് അഭിമാനപൂർവ്വം എന്റെ ഗുരു ശുഭാനന്ദ ഗുരുവാണെന്ന് ആരോടും പറയുവാൻ തക്ക വിധത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയും ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. അങ്ങനെ ആഗ്രഹമുള്ള ആർത്തിയുള്ള കുഞ്ഞുങ്ങളൊന്ന് കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. സത്യധർമാദികളിൽ കൂടി നിങ്ങൾ ജീവിതം ചെയ്യുക. ഉൾക്കരുത്തായി ജഗദീശ്വരൻ കൂടെ ഉണ്ടാകും. സർവശക്തിയുടെ കാവലുണ്ടാകും. ദൂതന്മാരുടെ കാവലുണ്ടാകും. ദേവീ ദേവന്മാരുടെ തുണയുണ്ടാകും. സർവപ്രകൃതികളും നിങ്ങൾക്ക് ദാസരായി നിലകൊള്ളും. സർവശക്തിയാണ് നിങ്ങളെ കരുതി രക്ഷിക്കുന്നത്. ശക്തിയാണ് നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ സത്യമായി ജീവിതം ചെയ്യുക. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ബന്ധിക്കാതെ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക. സത്യസ്വരൂപൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ ഗുരുദക്ഷിണ അർപ്പിച്ച് നമ്മുടെ സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളെയും ദർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ. സർവ സൃഷ്ടിതാവാകുന്ന ദൈവത്തിന്റെ പൂർണ്ണരൂപത്തെ ഓരോ ഹൃദയങ്ങളിലും കാണുവാൻ തക്കവിധം ആ മഹാതൃക്കരം അനുഗ്രഹിച്ച് നിങ്ങൾക്കായി തിരുഹൃദയം തുറന്ന് ദാനം ചെയ്യുമാറാകട്ടെ.
നമുക്കായി തിരുഹൃദയം തുറന്ന് ദാനം ചെയ്യുവാൻ ആ ആനന്ദാവസ്ഥ ദാനം ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഗുരുദക്ഷിണ അർപ്പിക്കാം. മഹാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയം, ഓ ദേവലോക തുല്യമായ ദേവാലയം, മഹാദേവൻ വിളയാടിടുന്ന ദേവാലയം, ഓ ദേവലോക തുല്യമായ ഈ ഉന്നതമായ കർമ്മത്തിൻ്റെ സമർപ്പണമാണ് നടക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ഹൃദയമാണ് വിങ്ങുന്നത്. എങ്ങനെയാണ് നിങ്ങളെല്ലാം പറഞ്ഞയക്കുക? ഒരു വിധത്തിലും പറ്റാത്ത ഒരു ഹൃദയാവസ്ഥ ഈ താരാസ്തുതിയിൽ കൂടി ഓരോരുത്തരിലേക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളത് ഒരിക്കലും മറന്നു പോകരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിത് മറക്കരുത്. നിങ്ങൾക്ക് ആ ഈശ്വരനൊരുക്കിയ ഈ പരമോന്നത ഭാഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ലോകത്തിൽ ആരെല്ലാം എന്തെല്ലാം പ്രവർത്തിക്കട്ടെ, എത്ര കോടി സമ്പാദിക്കട്ടെ, എന്തെല്ലാം ഉന്നത ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാമെന്ന് വാഗ്ദാനം ചെയ്യട്ടെ, സത്യത്തെ വിറ്റ് നിങ്ങൾ സത്യത്തെ വിറ്റ് തിന്നരുതേ. സത്യവിരുദ്ധമായി നിങ്ങൾ ജീവിക്കരുതേ. അതിനാകുന്ന ഉടമസ്ഥൻ ഒരു നേരം നല്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാതെ ഈ പ്രകൃതിയിൽ കൂടി കാൽനടയായി സഞ്ചരിച്ച് സമ്പാദിച്ച വകയാണിതെന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഇതെല്ലാം സൗഭാഗ്യങ്ങൾ ഈ സംഘത്തിലും ഈ സംഘത്തിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരിലും ദൈവകാരുണ്യത്താൽ വന്നു ഭവിച്ചാലും ഈ ഉന്നതമായ ത്യാഗത്തെ നിങ്ങൾ മറന്നു പോകരുതേ. സർവശക്തിയുടെ നേരിട്ടുള്ള അവതാരവാഴ്ചയും ത്യാഗകർമ്മവുമാണ് നിങ്ങൾ മറന്നു പോകരുതേ. ഒരു കാരണവശാലും വിട്ടുപിരിയാത്ത ആത്മബന്ധത്തിലും ആത്മസ്നേഹത്തിലും ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. ഇത് നിങ്ങൾ മനഃപൂർവ്വം പറിച്ചു കൊണ്ടുപോകരുത്. ഒരു കാരണവശാലും മായയ്ക്ക് വശംവദരായി നിങ്ങൾ പോകരുത്. മായാസംഹാരകനാകുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപൻ നിങ്ങൾക്കായി ഇതാ പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുകയാണ്. മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപ, മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപ, അജ്ഞാനം മാറ്റി എൻ്റെ ആത്മാവിൽ വാഴും നാഥ, ആദിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനെ, ആദിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനെ, ആലോകമിലോകമായി വാഴും ശുഭാനന്ദമേ, ആദിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനെ, ആലോകമിലോകമായി വാഴും ശുഭാനന്ദമേ, മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപ, അജ്ഞാനം മാറ്റി എൻ്റെ ആത്മാവിൽ വാഴുന്ന
അജ്ഞാന സംഹാരകനാകുന്ന ഗുരുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? അങ്ങനെയൊക്കെ ചിന്തിക്കാം. അത്ര വിശാലമായ ആ തിരുഹൃദയത്തിലേക്ക് ദൈവം ചേർത്തെടുത്ത അപൂർവ മണിമുത്തുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഈ ലോകത്തിൽ എന്തെങ്കിലും കാരണവശാൽ നഷ്ടമായി പോയാൽ അത് ഈ ഹൃദയത്തിൽ സഹിക്കാവുന്നതല്ല. മുത്തുരത്നങ്ങളാം ആത്മാക്കൾ ഈ വിധം നഷ്ടമായി പോകുന്നത് എത്ര കഷ്ടം എന്ന് വെറുതെ പാടിയതല്ല, ഹൃദയം നൊന്ത് പാടിയതാണ്. ആ ഹൃദയവേദന ആരും ഒരു കാരണവശാലും ഗുരുവിന് കൊടുക്കരുതേ. ഹൃദയസുഖത്തോടുകൂടി നിങ്ങൾ ജീവിതം ചെയ്താൽ ഹൃദയനാഥൻ നിങ്ങളിൽ ആനന്ദിക്കും. അത് ഹൃദയേശ്വരനാകുന്ന അഖിലേശ്വരനും അനുഭവ സുഖമായും ഭാഗ്യമായും ഭവിക്കും. അങ്ങനെ പരസ്പരം സുഖിച്ചും സുഖിപ്പിച്ചും ആശ്വസിച്ചും ആശ്വസിപ്പിച്ചും സ്നേഹിച്ചും സ്നേഹിപ്പിച്ചും ജീവിതം ചെയ്യുവാൻ ദൈവം നിങ്ങളെല്ലാം കരുതുമാറാകട്ടെ. ഉന്നതമായ ഈ അഗാധ സ്നേഹത്തെ ആത്മലോകത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പരമാത്മാവ് നേരിട്ട് നടത്തിയ ഈ പരമോന്നത താരാസ്തുതി ഈ സമയം സമർപ്പിക്കുകയാണ്. വളരെ അകലെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ കേരളത്തിൻ്റെ തന്നെ അങ്ങേ അറ്റത്തു നിന്നുമൊക്കെ ഓമന കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യത്തെ നമ്മുടെ താരാസ്തുതിയിൽ വന്ന് ബന്ധിച്ചിരുന്നു. എല്ലാ പ്രാവശ്യവും അങ്ങനെ വന്നു ചേരുന്നുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും ഈ ലോകത്തിൽ ലഭിച്ചിട്ടില്ലാത്ത ഈ പരമസുഖം ലഭിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിലേക്ക് ആകർഷ്ടരായി എത്തിച്ചേരുന്നത്. അപ്രകാരം വന്നു ചേർന്നിരിക്കുന്നവരെയൊക്കെ നേരത്തെ തന്നെ യാത്ര അയക്കേണ്ടതായിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള വണ്ടി സൗകര്യം അനുസരിച്ച് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങ് നിന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ പരസ്പരം കണ്ടുകൊണ്ടങ്ങ് നിൽക്കുമ്പോൾ തന്നെ എന്ത് സുഖമാണ് തോന്നുന്നത്. കാരണം ത്യാഗധനനാകുന്ന ദൈവത്തിൻ്റെ ത്യാഗകർമ്മ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത മണിമുത്തുകളാണ് ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ ആ മഹാത്യാഗത്തെയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ആ ത്യാഗത്തെ നിങ്ങൾ മറക്കരുതേ എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത്. മറക്കരുതേ, ആരും മറക്കരുതേ, ഗുരുവിൻ്റെ ത്യാഗകർമ്മം മറക്കരുതേ. മറക്കരുതേ, ആരും മറക്കരുതേ, ഗുരുവിൻ്റെ ത്യാഗകർമ്മം മറക്കരുതേ. കല്ലുകളും മുള്ളുകളും ചവിട്ടി നാഥൻ ഈ ലോകരംഗെ സഞ്ചരിച്ചതോർക്കണം നിങ്ങൾ. ഈ ലോകരംഗെ സഞ്ചരിച്ച കല്ലുകളും മുള്ളുകളും ചവിട്ടി നാഥൻ ഈ ലോകരംഗെ സഞ്ചരിച്ചതോർക്കണം നിങ്ങൾ. കല്ലുകളും മുള്ളുകളും ചവിട്ടി നാഥൻ ഈ ലോകരംഗെ സഞ്ചരിച്ചതോർക്കണം നിങ്ങൾ. വിശപ്പടക്കുവാനുള്ള ആഹാരത്തെ ലഭിക്കുവാനില്ലാതെയും കഴിഞ്ഞുവല്ലോ. സകലതും ഉളവാക്കി ദാനം ചെയ്തു അനുദിനം പട്ടിണിയായി കഴിഞ്ഞു നാഥൻ. സകലതും ഉളവാക്കി ദാനം ചെയ്തു അനുദിനം പട്ടിണിയായി കഴിഞ്ഞു നാഥൻ. ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് പട്ടിണി വരാതിരിപ്പാൻ ത്യാഗമേറ്റു. പട്ടിണി വരാതിരിപ്പാൻ ത്യാഗമേറ്റു. ലോക
ഓ, ഇതുപോലെ ത്യാഗം സഹിച്ച ഗുരു വേറെ ഇഹപര ലോകമതിൽ ഇല്ല സത്യം. ഒരു കാലത്തും ഈ മഹാത്യാഗത്തെ മറക്കാതെ ആദ്യ തിരുവുടലിൽ ഇരുന്നുകൊണ്ട് ത്യാഗം സഹിച്ചു. പിന്നീട് വന്ന ഓരോ തിരുവുടലിലും അനുസരണമുള്ള പല ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് വാണിരുന്നത്. തിരിച്ചെഴുന്നള്ളി വന്ന് സ്വർഗീയമായതെല്ലാം പണുതീർത്തി ആനന്ദ നടനമാടി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ ശരീരവാഴ്ചയിലും ആദ്യാവസ്ഥയിൽ കൊടുമ്പട്ടിണി തന്നെയായിരുന്നു. കഴിഞ്ഞ വാഴ്ചയിൽ വളരെ വിശദീകരിച്ചതെല്ലാം ഞാൻ അറിയിച്ചിട്ടുള്ളതാണ്. വീണ്ടും വന്ന ശരീരത്തിൽ എല്ലാം ഉളവാക്കി വെച്ചിട്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രയോ കാലം കഴിഞ്ഞുകൂടി. എല്ലാം ഉളവാക്കി വെച്ചു, പക്ഷേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സ്വാർത്ഥത. അങ്ങനെ പല വിധത്തിൽ ഓരോ ശരീരവാഴ്ചകളിലും എന്തെല്ലാം ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇത് ഇപ്രകാരം നിങ്ങളിലേക്ക് ദാനം ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്താൽ നിങ്ങൾക്ക് ലോകരംഗത്ത് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖമൊന്നും ദുഃഖമായി അനുഭവിക്കുകയില്ല. അത് നിങ്ങളിൽ ആ ദുഃഖമായി അനുഭവപ്പെടുകയില്ല. കാരണം എൻ്റെ നാഥൻ ഇതിലും ദുഃഖം സഹിച്ചാണല്ലോ എന്നെ വീണ്ടെടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ലോകത്തിൽ വരുന്ന ദുഃഖങ്ങളൊന്നും ദുഃഖമായി തോന്നുകയില്ല. ആ വിധത്തിൽ ചിന്തയോടുകൂടി ശ്രദ്ധയോടുകൂടി ലോകത്തിൽ ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകും. ഒരാഴ്ചക്കാലമായി നടന്നു വന്ന ഈ മഹായജ്ഞം, അതിൻ്റെ ഉന്നതമായ അവസ്ഥാവിശേഷങ്ങൾ, വർണ്ണിക്കാനാവാത്ത ആനന്ദാവസ്ഥ, ഇതെല്ലാം നിങ്ങളിൽ എപ്പോഴും അങ്ങനെ ഓർത്ത് അടുത്ത താരാസ്തുതിയിൽ വന്നു ചേരുന്നതുവരെ ഇത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സർവശക്തനാകുന്ന ഉടമസ്ഥൻ്റെ കാരുണ്യമാണ് ഓരോ നിമിഷവും അനുഭവിക്കുന്നതെന്ന് എപ്പോഴും ഓർത്തുകൊള്ളുക. ഉന്നതമായ നിയമത്തെപ്പറ്റി ഞാൻ മുൻപേ അറിയിച്ചു. ഉത്രാട പൂജ ഒരുക്കി എല്ലാവരും ഈശ്വരനെ സ്വീകരിക്കുക. എല്ലാവർക്കും നല്ലൊരു പൊന്നോണം ഈശ്വരൻ ദാനം ചെയ്യുമാറാകും. മാറ്റമില്ലാത്തവനെ പരാപരാ മരണമില്ലാത്തവനെ ശക്തിയെ
കാരുണ്യം നിങ്ങൾക്ക് വേണ്ടി എന്നും ലോകത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഇത് എപ്പോഴും അനുഭവിക്കുവാൻ വേണ്ടി ഭക്തിയോടുകൂടി നിങ്ങൾ ജീവിതം ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സമർപ്പണ വേളയാണ്. ഞാൻ ഇങ്ങനെ പലതവണയായി പറഞ്ഞു സമർപ്പണം. എനിക്ക് സത്യത്തിൽ സമർപ്പിക്കാൻ തോന്നുന്നില്ല, നിങ്ങളെ പറഞ്ഞു വിടാൻ തോന്നുന്നില്ല. പക്ഷേ ലോകരംഗത്ത് പല കാര്യങ്ങളും ഞാൻ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചതാണല്ലോ, അത് നിവൃത്തിയാക്കണമല്ലോ. അതിനുവേണ്ടി നമുക്കിപ്പോൾ ഒന്ന് സമർപ്പിക്കാം. അടുത്ത താരാസ്തുതിയിൽ ഇതിലുപരിയായ നിലയിൽ ഇത് അനുഭവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓ